ഈ ഒരു ടേബിളിൻ്റെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. വാൾപേപ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ചെറിയ ചെറിയ രീതിയിലൊന്ന് മേക്ക് ഓവർ ചെയ്ത് മാറ്റി മാറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് തുടങ്ങാം. ചെറിയ രീതിയിലുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഒരു പേപ്പർ ഗ്ലാസ് എടുക്കുക. എൻ്റെ കയ്യിൽ പ്രിൻറ്റഡ് ഗ്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇതേപോലെ വൈറ്റ് പെയിൻറ്റ് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു ഡോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് കളറിൽ. ഓറഞ്ച് ബലൂൺ ആയതുകൊണ്ടാണ് ആ കളറിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ മേക്ക് ഓവർ ചെയ്തെടുക്കാം. പിന്നെ ബലൂൺ ഒന്ന് ഇതേപോലെ വീർപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സ്ട്രോ ഉണ്ടല്ലോ, അത് നമ്മുടെ കപ്പിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കും. അതിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് പേപ്പർ ടേപ്പാണ് കേട്ടോ. പേപ്പർ ടാപ്പ് ഇതിന് കുഴപ്പമില്ല. ഇനി ബലൂണിന് ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ട്രാൻസ്പെറൻറ്റ് ടാപ്പാണ്. എൻ്റെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് ടാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേപ്പർ ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് ബോറായിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രാൻസ്പെറൻറ്റ് ടാപ്പ് തന്നെ എടുക്കുക. പിന്നെ ആ കപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എനിക്ക് കുറച്ചൊരു ഒഴിഞ്ഞ പോലെ ഫീൽ ചെയ്ത് അതുകൊണ്ട് ഞാൻ വാഷി ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ബലൂണിൻ്റെ സൈഡിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടി വേറെ ഒന്നുമല്ല, നമ്മൾ പേപ്പർ ടേപ്പ് ഒട്ടിച്ചിട്ടുള്ള ആ ഒരു വൃത്തിയോട് എടുത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് ടാപ്പ് തന്നെ എടുക്കുക. ഇനി നമുക്ക് ഈ ഗ്ലാസിൻ്റെ അകത്തേക്ക് ഒരു തെർമോക്കോൾ ഇറക്കി വെച്ചിട്ട് കുറച്ച് ലോലിപോപ്പ് ഇറക്കി വെച്ച് കൊടുക്കാം. ലോലിപോപ്പ് തന്നെ വേണമെന്നില്ല, ക്യാൻഡീസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മിനി ഹാമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.